പണ്ട് സൂര്യദേവൻ തൻ്റെ ദിവ്യമായ പ്രഭാവം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശിപ്പിച്ചു. ആ തേജസ്സിൽ നിന്നും ഒരു അത്ഭുത യുവതി ഉദയം ചെയ്തു. അവൾ അമ്മയുടെ ഉദരത്തിൽ നിന്നായിരുന്നില്ല ജനിച്ചത്, മറിച്ച് സൂര്യദേവൻ്റെ പരിശുദ്ധമായ പ്രകാശത്തിൽ നിന്നും നേരിട്ട് രൂപം കൊണ്ടതായിരുന്നു. അവളുടെ ശരീരം സൂര്യദേവൻ്റെ പൊൻകിരണങ്ങൾ പോലെ തിളങ്ങി. അവളുടെ അമ്പരപ്പിക്കുന്ന പ്രഭാവലയം പ്രപഞ്ചത്തിൻ്റെ എല്ലാ ദിശകളെയും പ്രകാശിപ്പിച്ചു. ഈ അസാധാരണമായ യുവതിയെ കണ്ടപ്പോൾ സൂര്യദേവന് സ്നേഹവും അഭിമാനവും തോന്നി. അദ്ദേഹം അവളെ സ്വന്തം മകളായി സ്വീകരിക്കുകയും സുവർജല എന്ന് പേര് നൽകുകയും ചെയ്തു. മനോഹരമായ പ്രഭാവമുള്ളവൾ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. അങ്ങനെ സുവർജലാദേവി സൂര്യദേവൻ്റെ ദിവ്യപുത്രിയായി അറിയപ്പെട്ടു. അവൾ പരിശുദ്ധമായ പ്രകാശത്തിൻ്റെയും ആത്മീയ ഊർജത്തിൻ്റെയും പ്രതീകമായിരുന്നു. തേജസ്, ജ്ഞാനം, ദൈവിക ശക്തി എന്നിവയെ അവൾ സൂചിപ്പിക്കുന്നു. ആജീവനാന്ത ബ്രഹ്മചാരിയായിരുന്ന ഹനുമാൻ സ്വാമി തൻ്റെ ഗുരുവായ സൂര്യദേവനിൽ നിന്ന് 9 മഹാശാസ്ത്രങ്ങൾ, അതായത് നവവിധികൾ പഠിക്കാൻ ആഗ്രഹിച്ചു. ഈ വിധികളിൽ 4 എണ്ണം ഒരു വിവാഹിതന് മാത്രമേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിനായുള്ള ജ്ഞാനം പൂർണ്ണമാക്കാൻ വേണ്ടി മാത്രം ഹനുമാൻ സ്വാമി സൂര്യദേവനിൽ നിന്നും വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി. അങ്ങനെ സൂര്യദേവൻ്റെ മകളായ സുവർജലാദേവിയെ അദ്ദേഹം വിവാഹം ചെയ്തു. വിവാഹശേഷം ഹനുമാൻ സ്വാമി തൻ്റെ ഗുരുവിൽ നിന്നും നവവിദ്യകൾ പൂർണ്ണമായും പഠിച്ചു. എന്നാൽ ഈ വിവാഹം ജ്ഞാനം നേടുന്നതിനുള്ള ഒരു ചടങ്ങ് മാത്രമായിരുന്നു. അവർ ഒരുമിച്ചുള്ള ഒരു ദാമ്പത്യബന്ധം നയിക്കുകയോ താമസിക്കുകയോ ചെയ്തിട്ടില്ല. ഹനുമാൻ സ്വാമി തൻ്റെ ആജീവനാന്ത ബ്രഹ്മചാരി വ്രതം തുടരുകയും സുവർജലാദേവി ഭർത്താവിൻ്റെ വ്രതത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്തു.